ദേശാഭിമാനി ദിനപത്രത്തിലെ ലേഖന വിവാദം കത്തുന്നു. വാരാന്ത്യ പതിപ്പ് എഡിറ്റർ KR അജയന്റെ മുറി മാനേജ്മെന്റ് പൂട്ടി. കള്ളൻ വിജയൻ ലേഖനത്തെ തുടർന്നാണ് നടപടി. മുറി പൂട്ടിയതിനാൽ അകത്ത് പ്രവേശിക്കാൻ അജയനെ അനുവദിച്ചില്ല. വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രശാന്ത്, ദേശാഭിമാനി എന്ന CPMന്റെ മുഖപത്രത്തിനകത്ത് ഇത് വലിയ വിവാദമായി ഈ ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാറുകയാണോ? ഇപ്പോൾ ഈ മുറി പൂട്ടിയതുമായി ബന്ധപ്പെട്ട് എന്താണ് ദേശാഭിമാനി ഓഫീസിൽ സംഭവിച്ചത്? ഗൗതം, ദേശാഭിമാനിയിലെ വാരാന്ത പതിപ്പ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ദേശാഭിമാനി തന്നെ പുകയാണ്. നടപടികളിലേക്കൊക്കെ അത് എത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിലെ ഉള്ളടക്കമെല്ലാം ചോർത്തി നൽകി, മാധ്യമങ്ങൾക്കടക്കം ചോർത്തി നൽകി എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാരാന്ത്യ പതിപ്പ് എഡിറ്ററുടെ മുറി തന്നെ പൂട്ടിയിടുന്ന നിലയിലേക്ക് എത്തിയത്. ഇത്തരത്തിൽ എഡിറ്ററുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേശാഭിമാനി വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വാരാന്ത്യ പതിപ്പ് എഡിറ്ററെ KR അജയൻ്റെ ഓഫീസ് മുറി പൂട്ടിയിടുന്ന നിലയിലേക്ക് എത്തിയത്. അദ്ദേഹം തുടർന്ന് തിരിച്ചു പോവുകയും ചെയ്തു. മാത്രമല്ല, കടുത്ത നടപടിയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജയനെതിരെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അത് കൂടാതെ ആ വിശദീകരണത്തിൻ്റെ മറുപടിയിൽ ഇപ്പോൾ പാർട്ടിയും ദേശാഭിമാനിയും തൃപ്തരല്ലെന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് വീണ്ടും കടക്കുന്നു. അജയനെ ഇതിൽ നിന്നും, അതായത് ഈ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നടപടികൾ, സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറങ്ങേണ്ടിയിരുന്ന വാരാന്ത്യ പതിപ്പ് അത് പുറത്തിറങ്ങിയില്ല, അത് പിൻവലിക്കുകയായിരുന്നു. പിൻവലിക്കുന്നതിന് കാരണം ദേശാഭിമാനി പറഞ്ഞത് സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു എന്നാണ്. എന്നാൽ ഈ വാരാന്ത്യ പതിപ്പിലുണ്ടായിരുന്ന ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ തലവാചകവും എല്ലാം CPMനെ ചൊടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദേശാഭിമാനികളെ തന്നെ നേതാക്കളെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചിരുന്നു. അതായത് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോട് കൂടി ഒരു ലേഖനമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു നാടക പ്രവർത്തനത്തെ കുറിച്ചായിരുന്നു ഈ ലേഖനം. എന്നാൽ പക്ഷേ അതിൻ്റെ തലവാചകം കള്ളൻ വിജയൻ എന്നായതോടുകൂടി തന്നെ അത് പിണറായി വിജയനിലേക്ക് ആരോപിക്കപ്പെടും, ഉന്നയിക്കുമെന്നടക്കമുള്ള ചില ആശങ്കകൾ, സംശയങ്ങളൊക്കെ ആയിരുന്നു ഉയർന്നു വന്നത്. തുടർന്ന് അത് പിൻവലിക്കണമെന്ന ആവശ്യം വരുന്നു. അതിനുശേഷമാണ് വാരാന്ത്യ പതിപ്പ് ഒന്നാകെ അത് അച്ചടിച്ചതിന് ശേഷം പിൻവലിക്കുന്ന നിലയിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ തുടർന്നാണ് പിന്നീട് നടപടികളിലേക്ക് കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതായത് എന്തുകൊണ്ട് ഇത് പിൻവലിക്കേണ്ടി വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു വിശദീകരണം പ്രശാന്ത്, വ്യക്തമാണ്. ദേശാഭിമാനിയിൽ വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുകയാണ്. ഈ കള്ളൻ വിജയൻ എന്ന ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള മാധ്യമപ്രവർത്തകന്റെ റൂം ഉൾപ്പെടെ പൂട്ടിയിരിക്കുകയാണ് ദേശാഭിമാനി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.